ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെൻറ്റർ. ഇന്ന് നമ്മൾ 8th ബേസിക് സയൻസിലെ 8ാമത്തെ ചാപ്റ്ററാണ് കേട്ടോ പഠിക്കുന്നത്. ചാപ്റ്ററിൻ്റെ പേരാണ് ജീവൻ്റെ ഉദ്ഭവം ജീവികളുടെയും. അപ്പോൾ ഇതിനു മുമ്പുള്ള ചാപ്റ്റേഴ്സൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതുപോയി കാണണേ. ഭൂമിയിലെ ജീവൻ്റെ ഉദ്ഭവത്തെക്കുറിച്ചും അതുപോലെ തന്നെ ജീവികളുടെ പരിണാമത്തെക്കുറിച്ചൊക്കെ പറയുന്നൊരു ചാപ്റ്ററാണ് കേട്ടോ അത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ ഭൂമിയിലെ ജീവജാലങ്ങൾ ഇന്ന് നമ്മൾ കാണുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു. വാസസ്ഥലം, കാലാവസ്ഥ, ആഹാര ലഭ്യത എന്നീ ബാഹ്യ ഘടകങ്ങളിലും ജീവകോശങ്ങളിലെ ആന്തരിക ഘടകങ്ങളിലും ഉണ്ടായ മാറ്റങ്ങൾക്കനുസരിച്ച് ജീവജാലങ്ങൾക്ക് പലതരത്തിൽ പരിണാമമുണ്ടാവുകയും ഇന്നു കാണപ്പെടുന്ന ജീവജാലങ്ങൾ രൂപപ്പെടുകയും ചെയ്തു. അപ്പോൾ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ജീവജാലങ്ങളുടെ ബാഹ്യഘടനയിലും ആന്തരിക ഘടനയിലും ഒക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടാണ് ഇന്ന് കാണപ്പെടുന്ന ജീവജാലങ്ങളിലേക്ക് രൂപപ്പെട്ടതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഉദാഹരണത്തിന് നീലത്തിമിംഗലം ഉൾപ്പെടെയുള്ള തിമിംഗല വിഭാഗങ്ങളുടെ പൂർവികൻ 50 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പാക്കിസെറ്റസ് എന്ന പുരാതന സസ്തനിയായിരുന്നു. ഈ ജീവിക്ക് ചെന്നായയുടെ ശാരീരിക സവിശേഷതകൾക്കൊപ്പം നീന്താൻ അനുയോജ്യമായ ശരീരഘടന കൂടി ഉണ്ടായിരുന്നുവെന്നും ഫോസിൽ പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പോൾ 50 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പാക്കിസെറ്റസ് എന്ന പുരാതന സസ്തനിയായിരുന്നു തിമിംഗല വിഭാഗങ്ങളുടെ പൂർവികൻ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിനെന്തായിരുന്നു, ഈ ഒരു ജീവിക്ക് ചെന്നായയുടെ ശാരീരിക സവിശേഷതകൾ ഒപ്പം നീന്താൻ അനുയോജ്യമായിട്ടുള്ള ശരീരഘടന കൂടി ഉണ്ടായിരുന്നു എന്നാണ് ഫോസിൽ പഠനങ്ങൾ തെളിയിക്കുന്നത്. ഇവയുടെ പിൻഗാമികൾ കൂടുതൽ സമയം ജലത്തിൽ ചെലവഴിച്ചതോടെ അവയുടെ കാലുകൾ തുഴകൾക്ക് സമാനമായി പരിണമിച്ചു. ഇങ്ങനെ മാറുന്ന സാഹചര്യങ്ങളുമായുള്ള പൊരുത്തപ്പെടലിന്റെ ഭാഗമായി ജീവികളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നതിന് തിമിംഗലത്തിന്റെ പരിണാമ ചരിത്രം തെളിവാണ്. മനുഷ്യരുൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഇത്തരത്തിലുള്ള പരിണാമത്തിന്റെ കൗതുകകരമായ ചരിത്രമുണ്ട്. അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഈ ഒരു പാക്കിസെറ്റസ് എന്ന സസ്തനിയുടെ പിൻഗാമികൾ കൂടുതൽ സമയം ജലത്തിൽ ചെലവഴിച്ചതോടെ അവയുടെ കാലുകൾ തുഴകൾക്ക് സമാനമായി പരിണമിച്ചു. ഇങ്ങനെ മാറുന്ന സാഹചര്യങ്ങളുമായുള്ള പൊരുത്തപ്പെടലിന്റെ ഭാഗമായിട്ടാണ് ജീവികളിൽ മാറ്റമുണ്ടാകുന്നത് എന്നതിന് തിമിംഗലത്തിന്റെ ഈ ഒരു പരിണാമ ചരിത്രം തെളിവാണ്. ഇങ്ങനെ മനുഷ്യരുൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഇത്തരത്തിലുള്ള പരിണാമ ചരിത്രമുണ്ട്. അപ്പോൾ ജീവികൾക്ക് കാലക്രമേണ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ്? എല്ലാ ജീവജാലങ്ങളും മുമ്പുണ്ടായിരുന്നവയിൽ നിന്ന് പരിണമിച്ചവയാണെങ്കിൽ ജീവന്റെ ആദ്യ രൂപം എന്തായിരുന്നു? ഇത്തരം ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾക്കായി ശാസ്ത്രലോകത്ത് അന്വേഷണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഏകദേശം 3.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ഭൂമിയിൽ ജീവൻ ആവിർഭവിച്ചത് എന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു. ലളിതഘടനയുള്ള ജീവജാലങ്ങളിൽ ചിലത് പ്രകാശ സംശ്ലേഷണത്തിലൂടെ ഓക്സിജൻ പുറത്തുവിടുകയും അത് കൂടുതൽ സങ്കീർണമായ ജീവജാലങ്ങൾ രൂപപ്പെടാൻ ഇടയാക്കുകയും ചെയ്തു. ഈ സങ്കീർണ ഘടനയുള്ള ജീവികൾ കാലക്രമേണ ഇന്നു കാണപ്പെടുന്ന സസ്യജന്തുജാലങ്ങളായി പരിണമിച്ചു. അപ്പോൾ ഒരു കണ്ടെത്തലാണ് പറഞ്ഞിട്ടുള്ളത്, ലളിതഘടനയുള്ള ജീവജാലങ്ങളിൽ ചിലത് പ്രകാശ സംശ്ലേഷണത്തിലൂടെ ഓക്സിജൻ പുറത്തുവിടുകയും അത് കൂടുതൽ സങ്കീർണമായ സസ്യജന്തുജാലങ്ങളൊക്കെ രൂപപ്പെടാൻ കാരണമാവുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു കണ്ടെത്തൽ ശാസ്ത്രലോകം അംഗീകരിച്ചതാണ് കേട്ടോ. കാരണം നിലവിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കെല്ലാം ശാസ്ത്രീയമായി വിശദീകരണങ്ങളുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കെല്ലാം ശാസ്ത്രീയമായിട്ട് വിശദീകരണം നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കണ്ടെത്തൽ ശാസ്ത്രലോകം അംഗീകരിച്ചതാണ് കേട്ടോ. ഇനി ഇവിടെ കൊടുത്തിട്ടുള്ളത് ജീവന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് നടത്തിയ ശാസ്ത്രീയ അന്വേഷണങ്ങളും അതിൽ നിന്ന് ശാസ്ത്രലോകം എത്തിച്ചേർന്ന നിഗമനങ്ങളുമാണ് കേട്ടോ. ജീവന്റെ ആവിർഭാവവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങൾ 2 സിദ്ധാന്തങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? പാൻസ്പെർമിയ സിദ്ധാന്തം, അതുപോലെ രാസപരിണാമ സിദ്ധാന്തം. അപ്പോൾ ഏതാണ് ആദ്യത്തേത്? പാൻസ്പെർമിയ സിദ്ധാന്തം അല്ലേ. ഇതെന്താണ്? ജീവൻ മറ്റേതോ ഗ്രഹത്തിൽ ഉത്ഭവിച്ച് സൂക്ഷ്മജീവികളായോ അല്ലെങ്കിൽ രേണുക്കളായോ ആകസ്മികമായി ഭൂമിയിൽ എത്തിച്ചേർന്നു. ജീവന്റെ ഈ സൂക്ഷ്മ കണികകളെയാണ് പാൻസ്പെർമിയ എന്ന് വിളിക്കുന്നത്. അപ്പം എന്താ പറഞ്ഞിട്ടുള്ളത്? ജീവൻ മറ്റേതോ ഗ്രഹത്തിൽ ഉത്ഭവിച്ച് സൂക്ഷ്മജീവികളായോ അല്ലെങ്കിൽ രേണുക്കളായോ ആകസ്മികമായി ഭൂമിയിൽ എത്തിച്ചേർന്നു. ഇങ്ങനെ ജീവന്റെ ഈ സൂക്ഷ്മ കണികകളെയാണ് പാൻസ്പെർമിയ എന്ന് വിളിക്കുന്നത്. അടുത്തത് രാസപരിണാമ സിദ്ധാന്തമാണ് കൊടുത്തിട്ടുള്ളത്. അതെന്താ പറയുന്നത്? ആദിമ ഭൂമിയിലെ സവിശേഷ സാഹചര്യങ്ങളിൽ സമുദ്രത്തിലെ രാസവസ്തുക്കൾ കൂടിച്ചേർന്നുണ്ടായ പ്രവർത്തനങ്ങളുടെ ഫലമായി ജീവൻ ആവിർഭവിച്ചു എന്ന് വിശദീകരിക്കുന്നതാണ് രാസപരിണാമ സിദ്ധാന്തം. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്?
ആദിമ ഭൂമിയിലെ സവിശേഷ സാഹചര്യങ്ങളിൽ സമുദ്രത്തിലെ രാസവസ്തുക്കൾ കൂടിച്ചേർന്നുണ്ടായ പ്രവർത്തനങ്ങളുടെ ഫലമായി ജീവൻ ആവിർഭവിച്ചു എന്ന് വിശദീകരിക്കുന്നതാണ് രാസപരിണാമ സിദ്ധാന്തം കേട്ടോ. അപ്പോൾ സമുദ്രത്തിലെ രാസവസ്തുക്കൾ കൂടിച്ചേർന്നുണ്ടായ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ജീവൻ ആവിർഭവിച്ചതെന്നാണ് രാസപരിണാമ സിദ്ധാന്തത്തിൽ പറയുന്നത്. പാൻസ്പെർമിയ സിദ്ധാന്തത്തിൽ എന്താ പറയുന്നത്? ജീവൻ മറ്റേതോ ഗ്രഹത്തിൽ ഉത്ഭവിച്ച് സൂക്ഷ്മജീവികളായിട്ടോ അല്ലെങ്കിൽ രേണുക്കളായിട്ടോ ഒക്കെ നമ്മുടെ ഭൂമിയിലേക്ക് എത്തിച്ചേർന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പാൻസ്പെർമിയ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ കണികകളെയാണ് കേട്ടോ പാൻസ്പെർമിയ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സിദ്ധാന്തങ്ങൾ ജീവൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ഒരുപാട് ശാസ്ത്രജ്ഞർ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ കൂടുതലായിട്ട് പ്രാധാന്യം കിട്ടിയ 2 സിദ്ധാന്തങ്ങളാണിത്. പാൻസ്പെർമിയ സിദ്ധാന്തം അതുപോലെ രാസപരിണാമ സിദ്ധാന്തം. ഇതിൽ രാസപരിണാമ സിദ്ധാന്തത്തിനാണ് കുറച്ചുകൂടി ഇങ്ങനെ ജീവന്റെ ഉൽപ്പത്തിയെ വിശദീകരിക്കുന്ന പല സിദ്ധാന്തങ്ങൾ പല കാലങ്ങളിലും ഉയർന്നു വന്നെങ്കിലും തെളിവുകളുടെ പിൻബലം കൂടുതലുള്ളതും ശാസ്ത്രലോകത്തിൽ കൂടുതൽ സ്വീകാര്യത ലഭിച്ചതും രാസപരിണാമ സിദ്ധാന്തത്തിനാണ്. അടുത്ത ഹെഡിംഗ് ആണ് ജീവന്റെ ആവിർഭാവം. എങ്ങനെയായിരിക്കും രാസപരിണാമ പ്രക്രിയയിലൂടെ ജീവന് തുടക്കം കുറിച്ചിട്ടുണ്ടാവുക? ഇനി ഇവിടെ കുറച്ച് സൂചകങ്ങളാണ് നൽകിയിട്ടുള്ളത്. ജീവന്റെ ആവിർഭാവത്തെക്കുറിച്ച് രാസപരിണാമ സിദ്ധാന്തത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നാട്ടോ ഈ ഒരു സൂചകങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നമ്മൾ എന്തൊക്കെയാണ് ആദിമ ഭൂമിയിലെ അന്തരീക്ഷമാണ് കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയായിരുന്നു? ഉന്നത താപനിലയായിരുന്നു. പിന്നെ ഏതൊക്കെ വാതകങ്ങളായിരുന്നു ഉള്ളത്? ഹൈഡ്രജൻ, മീഥേൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ സൾഫൈഡ്, അമോണിയ, നീരാവി. പിന്നെന്തായിരുന്നു? സ്വതന്ത്ര ഓക്സിജൻ ഇല്ലായിരുന്നു. ആദിമ ഭൂമിയിൽ സ്വതന്ത്ര ഓക്സിജൻ ഇല്ലായിരുന്നു. അപ്പോൾ സ്വതന്ത്ര ഓക്സിജനില്ല. ഏതൊക്കെ വാതകങ്ങളാണുള്ളത്? ഹൈഡ്രജൻ, മീഥേൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ സൾഫൈഡ്, അമോണിയ, നീരാവി. ഈ അന്തരീക്ഷത്തിന് നീരാവി ഘനീഭവിച്ചെന്താണ് ഒരുപാട് കാലം നീണ്ടു നിന്ന മഴ ഉണ്ടാകുന്നു. ഈ മഴ കാരണം എന്താണ്? വലിയ സമുദ്രങ്ങളൊക്കെ രൂപപ്പെടുന്നു. എന്നാൽ എന്താണ്? വിവിധ പദാർത്ഥങ്ങൾ ലയിച്ചു ചേർന്ന സമുദ്രജലമായിരുന്നു ഉണ്ടായിരുന്നത്. ഇങ്ങനെയുള്ള സമുദ്രജലത്തിൽ ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് സംഭവിച്ചതാണ്. ലഘു ജൈവ കണികകളായിട്ടുള്ള അമിനോ ആസിഡുകളും അതുപോലെ മോണോസാക്കറൈഡ്, നൈട്രജൻ ബേസുകൾ എന്നിവ രൂപപ്പെടുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ലഘു ജൈവ കണികകൾ എന്ന് പറഞ്ഞിട്ടുള്ളത്? ഏതൊക്കെയാണ്? അമിനോ ആസിഡുകൾ, മോണോസാക്കറൈഡ്, നൈട്രജൻ ബേസുകൾ, അതുപോലെ ഫാറ്റി ആസിഡുകൾ. എന്നാൽ പിന്നീട് ഈ ജൈവ കണികകളിൽ നിന്നും സങ്കീർണ ജൈവ കണികകൾ ഉണ്ടാവുകയാണ്. ഈ ലഘു ജൈവ കണികകളും അതുപോലെ സങ്കീർണ കണികകളും കൂടി ചേർന്ന് ന്യൂക്ലിക് ആസിഡും കൊഴുപ്പും രൂപപ്പെടുന്നു. ന്യൂക്ലിക് ആസിഡ് എന്ന സങ്കീർണ തന്മാത്രയും കൊഴുപ്പ് ആവരണവും രൂപപ്പെടുന്നു. അതിൽ നിന്നുമാണ് ആദിമകോശം രൂപപ്പെടുന്നത്. എന്നാൽ ഇങ്ങനെ രൂപപ്പെട്ട ആദിമകോശത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. സ്വയം ഇരട്ടിക്കുവാൻ ശേഷിയുള്ളതായിരുന്നു ആ ഒരു കോശട്ടോ. അപ്പോൾ ഇവിടെ ഊർജ്ജ സ്രോതസ്സുകൾ പറയുന്നുണ്ട് അല്ലേ. എന്നപ്പോൾ സമുദ്രത്തിൽ ലഘു ജൈവ കണികളുടെ രൂപീകരണത്തിനും അതുപോലെ സങ്കീർണ ജൈവ കണികളുടെ രൂപീകരണത്തിനൊക്കെ കാരണമായിട്ടുള്ള ഊർജ്ജ സ്രോതസ്സുകൾ ഏതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? സൂര്യപ്രകാശം, ഇടിമിന്നൽ, അൾട്രാവയലറ്റ് കിരണങ്ങൾ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ. സൂര്യപ്രകാശമുണ്ട്, അതുപോലെ ഇടിമിന്നൽ, പിന്നെന്താണ്? സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് കിരണങ്ങൾ, അതുപോലെ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിൽ നിന്നുള്ള ഊർജ്ജം. ഇതൊക്കെ ആയിരുന്നു ഈ ലഘു ജൈവ കണികകളുടെയും സങ്കീർണ ജൈവ കണികളുടെയൊക്കെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള ഊർജ്ജ സ്രോതസ്സ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ രാസപരിണാമ സിദ്ധാന്തത്തിൽ ജീവന്റെ ആവിർഭാവത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായിട്ടുള്ള JBS ഹാൽഡനും അതുപോലെ റഷ്യൻ ശാസ്ത്രജ്ഞനായിട്ടുള്ള AI ഒപാരിനുമാണ് കേട്ടോ ഈ ഒരു സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാക്കൾ. അപ്പോൾ ആരൊക്കെയാണ്? JBS ഹാൽഡനും അതുപോലെ AI ഒപാരിനും കേട്ടോ. ഇനി ഇവിടെ കുറച്ച് ശാസ്ത്രജ്ഞരെ പറ്റിയാട്ടോ കൊടുത്തിട്ടുള്ളത്. ഹരോൾഡ് യുറേ ആൻഡ് സ്റ്റാൻലി മില്ലർ. ആരാണ്? ജീവന്റെ ഉത്ഭവത്തിനു കാരണമായ നിർമ്മാണ ഘടകങ്ങൾ ലളിതമായ വാതകങ്ങളിൽ നിന്ന് രൂപപ്പെടുന്നുവെന്ന് തെളിയിച്ചവരാട്ടോ. അപ്പം ജീവന്റെ ഉത്ഭവത്തിന് കാരണമായ നിർമ്മാണ ഘടകങ്ങൾ ലളിതമായ വാതകങ്ങളിൽ നിന്ന് രൂപപ്പെടുന്നുവെന്ന് തെളിയിച്ചത് ആരൊക്കെയാണ്? ഹരോൾഡ് യുറേയും അതുപോലെ സ്റ്റാൻലി മില്ലറുമാണ്. ഇനി അടുത്തത് സിഡ്നി ഫോക്സ് പ്രോട്ടീനുകൾക്ക് സമാനമായ തന്മാത്രകളെ കൃത്രിമമായി നിർമ്മിക്കുവാനാകുമെന്ന് തെളിയിച്ചാട്ടോ. അപ്പോൾ സിഡ്നി ഫോക്സ് എന്താണ്? പ്രോട്ടീനുകൾക്ക് സമാനമായ തന്മാത്രകളെ കൃത്രിമമായി നിർമ്മിക്കാനാകുമെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ്. അടുത്തതാരാണ്? ജോവാൻ ഒറോ ആട്ടോ. അദ്ദേഹം ന്യൂക്ലിക് ആസിഡുകളുടെ പ്രധാന നിർമ്മാണ ഘടകങ്ങളിലൊന്നായ അഡിനിൻ എന്ന നൈട്രജൻ ബേസ് കൃത്രിമമായിട്ട് നിർമ്മിച്ച വ്യക്തിയാണ്. അപ്പോൾ ന്യൂക്ലിക് ആസിഡുകളുടെ പ്രധാന നിർമ്മാണ ഘടകങ്ങളിൽ ഒന്നെന്താണ്? അഡിനിൻ എന്ന നൈട്രജൻ ബേസ് ആട്ടോ. ഇത് കൃത്രിമമായിട്ട് നിർമ്മിച്ച ശാസ്ത്രജ്ഞനാണ് ജോവാൻ ഒറോ.
അപ്പോൾ ഹരോൾഡ് യുറേയും പിന്നെ ആരാണ് സ്റ്റാൻലി മില്ലറും ആണെന്ത് ജീവൻ്റെ ഉത്ഭവത്തിന് കാരണമായ നിർമ്മാണ ഘടകങ്ങൾ ലളിതമായ വാതകങ്ങളിൽ നിന്ന് രൂപപ്പെടുമെന്ന് തെളിയിച്ചത്. പിന്നെ സിഡ്നി ഫോക്സ് എന്താണ് പ്രോട്ടീനുകൾക്ക് സമാനമായ തന്മാത്രകളെ കൃത്രിമമായി ആകുമെന്ന് തെളിയിച്ചു. പിന്നെ അടുത്തത് ജോവാൻ ഒറോ ആണ്. ന്യൂക്ലിക് ആസിഡുകളുടെ പ്രധാന നിർമ്മാണ ഘടകങ്ങളിൽ ഒന്നായ അഡിനിൻ എന്ന നൈട്രജൻ ബേസ് കൃത്രിമമായി നിർമ്മിച്ച ശാസ്ത്രജ്ഞനാണ് ജോവാൻ ഒറോ. രാസപരിണാമ സിദ്ധാന്തത്തിന് സാധൂകരണം നൽകുന്ന നിരവധി പരീക്ഷണ തെളിവുകളുണ്ട്. ആദിമ ഭൂമിയുടെ അന്തരീക്ഷം കൃത്രിമമായി പരീക്ഷണശാലയിൽ പുനഃസൃഷ്ടിച്ചുകൊണ്ടുള്ള ആദ്യകാല പരീക്ഷണങ്ങളിൽ യുറേ സ്റ്റാൻലി മില്ലർ പരീക്ഷണമാണ് ഏറ്റവും ശ്രദ്ധേയമായത്. അപ്പോൾ ആദിമ ഭൂമിയുടെ അന്തരീക്ഷം കൃത്രിമമായി പരീക്ഷണശാലയിൽ പുനഃസൃഷ്ടിച്ചുകൊണ്ടുള്ള ആദ്യകാല പരീക്ഷണങ്ങളിൽ യുറേ മില്ലർ പരീക്ഷണമാണ് ഏറ്റവും ശ്രദ്ധേയമായത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ജീവന്റെ നിർമ്മാണ ഘടകങ്ങൾ എന്താണ് ലളിതമായ വാതകങ്ങളിൽ നിന്ന് രൂപപ്പെടുന്നുവെന്നാണ് ഇവർ തെളിയിച്ചിട്ടുള്ളത്. ഇനി ഇവരുടെ പരീക്ഷണ സംവിധാനത്തിന്റെ ചിത്രമാണ് എനിക്ക് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു പരീക്ഷണത്തിൽ ഒരു ആദിമ ഭൂമിയെ ഇവർ ക്രിയേറ്റ് ചെയ്താണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് എന്തൊക്കെയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്? 2 ഗ്ലാസ് ഫ്ലാസ്കുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ ഫ്ലാസ്കിൽ എന്താണ് ജലം തിളപ്പിക്കുകയാണ് അല്ലേ. ജലം തിളപ്പിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദിമ ഭൂമിയിലെ അന്തരീക്ഷത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? ഹൈഡ്രജൻ ഉണ്ടായിരുന്നു, അതുപോലെ എന്താണ് നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, അമോണിയ, അതുപോലെ നീരാവി ഉണ്ടായിരുന്നു അല്ലേ. ഇങ്ങനെ നീരാവി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജലം തിളപ്പിക്കുന്നത് കേട്ടോ. പിന്നെ എന്താണ് വലിയ ഫ്ലാസ്കിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്? 2 ഇലക്ട്രോഡ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇലക്ട്രോഡ് എന്തിനാണ്? നമ്മുടെ ആദിമ പിന്നെ ഭൂമിയിലെ അന്തരീക്ഷത്തിലുള്ള പിന്നെ ഊർജ്ജരൂപങ്ങൾ ഏതൊക്കെയായിരുന്നു? പിന്നെ ഇടിമിന്നലിൽ നിന്നും അതുപോലെ എന്താണ് സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് കിരണങ്ങളിൽ നിന്നൊക്കെ ആയിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു ഊർജ്ജ രൂപം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇലക്ട്രോഡ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇലക്ട്രിക്കൽ എനർജിയാണ് യൂസ് ചെയ്യുന്നത്, അതായത് വൈദ്യുത സ്പാർക്കാണ് ഇവിടുത്തെ ഊർജ്ജ രൂപം. അതുപോലെ ആദിമ ഭൗമാന്തരീക്ഷത്തിലെ സമാന വാതകങ്ങളായിട്ടുള്ള ഏതൊക്കെയാണ്? മീഥേന്, അതുപോലെ അമോണിയ, ഹൈഡ്രജൻ, പിന്നെന്താണ് വാട്ടർ വേപ്പറിലെ നീരാവിയൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഈ ഒരു ഗ്ലാസ് ഫ്ലാസ്കിൽ നിറയ്ക്കുകയാണ്. പിന്നെ ഈ ഒരു ഗ്ലാസ് ഫ്ലാസ്കിന് താഴെയായിട്ടൊരു കണ്ടൻസർ വെച്ചിട്ടുണ്ട്. ഈ കണ്ടൻസർ എന്തിനാണ്? കണ്ടൻസർ ജലം തണുപ്പിക്കാനാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ഗ്ലാസ് ഫ്ലാസ്കിൽ നിന്നും പുറത്തേക്ക് വരുന്ന ചൂടായ ജലം എന്താണ് കണ്ടൻസറിൽ നിന്നും തണുക്കുകയാണ്. പിന്നെന്താണ് തണുത്ത ജലത്തിൽ നിന്ന് ജൈവ കണികകൾ അടങ്ങിയ ജലകണങ്ങൾ പുറത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരുന്ന കണികകളിൽ ജൈവ കണികളിൽ പ്രധാനപ്പെട്ട പിന്നെ ഒരു ജൈവ കണികയാണ് അമിനോ ആസിഡുകൾ. അതായത് പ്രോട്ടീനുകളുടെ നിർമ്മാണ ഘടകമാണ് കേട്ടോ അമിനോ ആസിഡുകൾ. പ്രധാനപ്പെട്ട നിർമ്മാണ ഘടകമാണ് അമിനോ ആസിഡുകൾ. പ്രോട്ടീൻ എന്താണ്? മനുഷ്യ സെല്ല് നിർമ്മാണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലേ പ്രോട്ടീന്. അപ്പോൾ പ്രോട്ടീനുകളുടെ നിർമ്മാണ ഘടകമായിട്ടുള്ള അമിനോ ആസിഡുകൾ ഇതുവഴി പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ യുറേ മില്ലർ പരീക്ഷണത്തിൻ്റെ ചിത്രീകരണം കേട്ടോ. അപ്പോൾ ജീവന്റെ ഉത്ഭവത്തിന് കാരണമായിട്ടുള്ള ഘടകങ്ങൾ വാതകങ്ങളിൽ നിന്നാണ് രൂപപ്പെടുന്നതെന്ന് ഈ പരീക്ഷണത്തിലൂടെ അവർ തെളിയിച്ചു. ആദിമ ഭൂമിയിലെ സാഹചര്യങ്ങളെ പരീക്ഷണശാലയിൽ കൃത്രിമമായി സൃഷ്ടിച്ചാണ് ഈ പരീക്ഷണം നടത്തിയത്. ജൈവ തന്മാത്രകളായ അമിനോ ആസിഡുകളെ നിർമ്മിക്കുവാൻ ഈ പരീക്ഷണത്തിലൂടെ കഴിഞ്ഞു. അനുയോജ്യമായ സാഹചര്യങ്ങളിൽ അജൈവിക ഘടകങ്ങളിൽ നിന്നും ജൈവ തന്മാത്രകൾ രൂപപ്പെടുമെന്ന് ഈ പരീക്ഷണത്തിലൂടെ തെളിയിക്കപ്പെട്ടു. അടുത്ത ഹെഡിംഗ് ആണ് ആദിമ കോശങ്ങളിൽ നിന്ന് സങ്കീർണ ഘടനയുള്ള ജീവജാലങ്ങളിലേക്ക്. ആദിമ കോശത്തിനുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ എന്താണ്? സ്വയം ഇരട്ടിക്കാൻ ശേഷിയുള്ള ന്യൂക്ലിക് ആസിഡുകളും അതിനെ ആവരണം ചെയ്യുന്ന കൊഴുപ്പ് പാളികളും ചേർന്നതായിരുന്നില്ലേ ആദിമകോശം. ഈ ആദിമകോശത്തിൽ നിന്നുമാണ് ബാക്ടീരിയ പോലുള്ള കോശങ്ങൾ പരിണമിച്ചുണ്ടായത്. ആദ്യമുണ്ടായ ലളിതഘടനയുള്ള ഇത്തരം ജീവികളെ പ്രോകാരിയോട്ടുകൾ എന്നാണ് വിളിക്കുന്നത്. നമ്മൾ നേരത്തെ രാസപരിണാമ സിദ്ധാന്തത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ എങ്ങനെയുള്ള കോശമാണ് ഫോം ചെയ്തിരുന്നത്? സ്വയം ഇരട്ടിക്കുവാൻ ശേഷിയുള്ള കോശങ്ങളായിരുന്നു. അതുപോലെ ന്യൂക്ലിക് ആസിഡുകളും അതിനെ ആവരണം ചെയ്യുന്ന കൊഴുപ്പ് പാളിയും ചേർന്നതായിരുന്നു ആദിമകോശം. ഈ ആദിമകോശത്തിൽ നിന്നുമാണ് ബാക്ടീരിയ പോലുള്ള കോശങ്ങൾ പരിണമിച്ചുണ്ടായത്. അപ്പോൾ ആദ്യമുണ്ടായ ലളിതഘടനയുള്ള ഇത്തരം ജീവികളെയാണ് പ്രോകാരിയോട്ടുകൾ എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദിമകോശത്തിൽ നിന്നും ബാക്ടീരിയ പോലുള്ള കോശങ്ങൾ പരിണമിച്ചുണ്ടായി. അപ്പോൾ ഇങ്ങനെയുണ്ടായ ലളിതഘടനയുള്ള കോശങ്ങൾ എന്താണ്? ജീവികളെ എന്താണ്? പ്രോകാരിയോട്ടുകൾ എന്നാണ് വിളിച്ചിരുന്നത്. പ്രോകാരിയോട്ടിൽ നിന്നും യൂക്കാരിയോട്ടിലേക്കും. പ്രോകാരിയോട്ട് കോശങ്ങളിൽ നിന്ന് കുറെ കൂടി സങ്കീർണ ഘടനയുള്ള യൂക്കാരിയോട്ട് കോശങ്ങൾ എങ്ങനെ രൂപപ്പെട്ടു? യൂക്കാരിയോട്ടുകളുടെ സവിശേഷത എന്താണ്?
ഇത് മനസ്സിലാക്കാനായി പ്രോകാരിയോട്ട് കോശത്തിൻ്റെയും യൂക്കാരിയോട്ട് കോശത്തിൻ്റെയും സവിശേഷതകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രോകാരിയോട്ടിക് കോശം എന്ന് പറഞ്ഞാൽ എന്താണ്? കോശാംഗങ്ങൾ കുറവായിരിക്കും അല്ലേ. നമ്മൾ നേരത്തെ കണ്ടു ന്യൂക്ലിയിക് ആസിഡും പിന്നെന്തായിരുന്നു? കൊഴുപ്പായിരുന്നു ആവരണമായിട്ടുള്ളത്. പിന്നെന്താണ്? കോശാംഗങ്ങൾക്ക് സ്ഥിരാവരണം ഇല്ലായിരുന്നു, സ്ഥിരാവരണമുള്ള മർമ്മം ഇല്ല. ഇത്രയും ആണ് പ്രോകാരിയോട്ടിക് കോശത്തിൻ്റെ സവിശേഷത. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? കോശാംഗങ്ങൾ കുറവാണ്, കോശാംഗങ്ങൾക്ക് സ്ഥിരാവരണമില്ല, സ്ഥിരാവരണമുള്ള മർമ്മമില്ല അല്ലേ. ഇനി അടുത്തത് യൂക്കാരിയോട്ടിക് കോശമാണ് കേട്ടോ. യൂക്കാരിയോട്ടിക് കോശം നമുക്ക് കണ്ടാലും അതിൽ കോശാംഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. അന്തർദ്രവ്യ ജാലിക, മർമ്മസ്തരം, മർമ്മം അല്ലേ. ഇപ്പോൾ കൂടുതൽ കോശാംഗങ്ങളുണ്ട്. അതുപോലെ സ്ഥിരാവരണത്തോട് കൂടിയ കോശാംഗങ്ങളാണ്. അതുപോലെ സ്ഥിരാവരണമുള്ള മർമ്മവും ഇതിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ യൂക്കാരിയോട്ടിക് കോശത്തിൽ ഒരുപാട് കോശാംഗങ്ങളുണ്ട് അല്ലേ. അന്തർദ്രവ്യ ജാലിക, മർമ്മസ്തരം, മർമ്മം, ഫേനം, അതുപോലെ റൈബോസോം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. പിന്നെ ഇത് പറയുകയാണെങ്കിൽ സ്ഥിരാവരണത്തോട് കൂടിയ കോശാംഗങ്ങളാണ്. അതുപോലെ സ്ഥിരാവരണമുള്ള മർമ്മവും ഇതിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ യൂക്കാരിയോട്ടിക് കോശങ്ങളിൽ കാണപ്പെടുന്ന മറ്റു കോശാംഗങ്ങൾ എങ്ങനെയായിരിക്കും രൂപപ്പെട്ടിട്ടുണ്ടാവുക? അതിൻ്റെ ഒരു ചിത്രീകരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറുഘടനയുള്ള കോശങ്ങൾ എന്താണ്? സങ്കീർണ ഘടനയുള്ള കോശങ്ങളായി മാറിയില്ലേ. അതായത് പ്രോകാരിയോട്ടിക് കോശങ്ങൾ യൂക്കാരിയോട്ടിക് കോശങ്ങളായി മാറി. ഈ ഒരു യൂക്കാരിയോട്ടിക് കോശങ്ങൾ ചെറുകോശമായ എയറോബിക് ബാക്ടീരിയത്തെ വീങ്ങുന്നു. ഈ ചെറുകോശത്തെ ദഹിപ്പിക്കുന്നതിന് പകരം എന്താണ്? സംരക്ഷണം നൽകുന്നു. ക്രമേണ ഇവ മൈറ്റോകോൺട്രിയ ആയിട്ട് മാറുന്നു. അതുപോലെ തന്നെ യൂക്കാരിയോട്ടിക് കോശം ചെറുകോശമായ പ്രകാശ സംശ്ലേഷണ ബാക്ടീരിയത്തെ വീങ്ങുന്നു. പിന്നെന്താണ്? ഈ ഒരു പ്രകാശ സംശ്ലേഷണ ബാക്ടീരിയത്തെ ദഹിപ്പിക്കുന്നതിന് പകരം എന്താണ്? സംരക്ഷണം നൽകുന്നു. ക്രമേണ ഇവ ഹരിതകണമായി മാറുന്നു. അപ്പോൾ അല്ലെങ്കിൽ ക്ലോറോഫിൽ ആയിട്ട് മാറുന്നു. അപ്പോൾ പ്രോകാരിയോട്ടിക് കോശങ്ങളിൽ കോശാംഗങ്ങൾ കുറവായിരുന്നു അല്ലേ. പിന്നെ അത് യൂക്കാരിയോട്ടിക് കോശങ്ങളിലേക്ക് മാറിയപ്പം അവയിൽ എങ്ങനെയാണ് കോശാംഗങ്ങൾ വർദ്ധിച്ചത് എന്നാണ് പറയുന്നത്. അപ്പോൾ ക്ലോറോഫില്ലും അതുപോലെ എന്താണ് പിന്നെ മൈറ്റോകോൺട്രിയ രൂപപ്പെട്ടതിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പ്രോകാരിയോട്ടുകളിൽ ജനിതക വസ്തുക്കൾ കോശദ്രവ്യത്തിൽ ചിതറിക്കിടക്കുകയാണ് ചെയ്യുന്നത്. പരിണാമ പ്രക്രിയയുടെ ഭാഗമായി മർമ്മത്തിന് സ്ഥിരാവരണം രൂപപ്പെട്ടതാണ് യൂക്കാരിയോട്ട് കോശങ്ങളുടെ മുഖ്യ സവിശേഷത. അപ്പം എന്താണ്? പ്രോകാരിയോട്ടിൽ നിന്നും യൂക്കാരിയോട്ടിലേക്ക് മാറിയപ്പോൾ എന്താണ്? അതിന് മർമ്മത്തിന് സ്ഥിരാവരണം രൂപപ്പെട്ടു അല്ലേ. കൂടാതെ ഇവയിൽ വിവിധ പ്രവർത്തനങ്ങൾ നിർവഹിക്കുവാൻ പര്യാപ്തമായ സ്ഥിരാവരണത്തോടു കൂടിയ കോശാംഗങ്ങളും രൂപപ്പെട്ടു. ഇനി ഇവിടെ ഒരു ടേബിൾ ഫില്ല് ചെയ്യാനാണ് തന്നിട്ടുള്ളത്. പ്രോകാരിയോട്ടിക് കോശം അതുപോലെ യൂക്കാരിയോട്ടിക് കോശം സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഫില്ല് ചെയ്യാനാട്ടോ. ഘടന എന്താണ്? പ്രോകാരിയോട്ടിക് കോശം ലളിതമായതല്ലേ. എന്നാൽ യൂക്കാരിയോട്ടിക് കോശത്തിന് എന്താണ്? സങ്കീർണ ഘടനയാണുള്ളത്. അതുപോലെ മർമ്മം എന്താണ്? പ്രോകാരിയോട്ടിക് കോശത്തിൽ എന്താണ്? പിന്നെ സ്ഥിരാവരണം ഇല്ലായിരുന്നു. അതുപോലെ യൂക്കാരിയോട്ടിക് കോശത്തിൽ സ്ഥിരാവരണത്തോടു കൂടിയ വ്യക്തമായ മർമ്മം കാണപ്പെടുന്നുണ്ട്. പിന്നെന്താണ്? മൈറ്റോകോൺട്രിയ, ഹരിതകണം തുടങ്ങിയ കോശാംഗങ്ങൾ എന്താണ്? പ്രോകാരിയോട്ടിക് കോശത്തിൽ ഇല്ലല്ലേ. പക്ഷെങ്കിൽ എന്താണ്? യൂക്കാരിയോട്ടിക് കോശത്തിൽ മൈറ്റോകോൺട്രിയ, ഹരിതകണം തുടങ്ങിയ കോശാംഗങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഇനി ഇവിടെ കൊടുത്തിട്ടുള്ളത് നോക്കാം. ഏകദേശം 3.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ സമുദ്രങ്ങളിൽ ഉണ്ടായിരുന്ന തന്മാത്രകളിൽ നിന്നും ആദിമ ജീവകോശങ്ങൾ രൂപപ്പെട്ടു. 3.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് പ്രോകാരിയോട്ടിക് കോശങ്ങൾ രൂപപ്പെട്ടു. ഏകദേശം 2.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് പ്രകാശ സംശ്ലേഷണ പ്രക്രിയ തുടങ്ങിയതോടെ അന്തരീക്ഷത്തിലേക്ക് ഓക്സിജൻ എത്തിച്ചേർന്നു. പിൽക്കാലത്ത് മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റുകൾ എന്നീ കോശാംഗങ്ങളുള്ള യൂക്കാരിയോട്ട് കോശങ്ങൾ രൂപപ്പെട്ടു. തുടർന്ന് ലളിതഘടനയുള്ള ബഹുകോശ ജീവികളും 800 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് കൂടുതൽ സങ്കീർണമായ ജീവികളും ഉണ്ടായി. അപ്പോൾ പറഞ്ഞിട്ടുള്ളത് എന്താണ്? 3.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് എന്താണ്? ഭൂമിയുടെ സമുദ്രങ്ങളിൽ ഉണ്ടായിരുന്ന തന്മാത്രകളിൽ നിന്നും ആദിമ ജീവകോശങ്ങൾ രൂപപ്പെട്ടു. പിന്നെന്താണ്? 3.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് പ്രോകാരിയോട്ടിക് കോശങ്ങൾ രൂപപ്പെട്ടു. പിന്നെന്താണ്? അത് കഴിഞ്ഞ് 2.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് പ്രകാശ സംശ്ലേഷണ പ്രക്രിയ തുടങ്ങിയതോടെ അന്തരീക്ഷത്തിലേക്ക് ഓക്സിജൻ എത്തിച്ചേർന്നു. അതുവരെ ഓക്സിജൻ ഇല്ലായിരുന്നു അല്ലേ. പിൽക്കാലത്ത് മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റുകൾ എന്നീ കോശങ്ങളോട് കൂടിയ യൂക്കാരിയോട്ടിക് കോശങ്ങളും രൂപപ്പെട്ടു. തുടർന്ന് ലളിതഘടനയുള്ള ബഹുകോശ ജീവികളും 800 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് കൂടുതൽ സങ്കീർണമായ ജീവികളും ഉണ്ടായി. ഇനി ഇവിടെ ഭൂമിയുടെ ഉൽപ്പത്തി മുതൽ മനുഷ്യന്റെ ആവിർഭാവം വരെയുള്ള പരിണാമ പ്രക്രിയയുടെ കാലഗണന ആട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതൊക്കെ നോക്കാം. ഫസ്റ്റ് എന്താണ്? ഭൂമിയുടെ ഉത്ഭവമാണ് അല്ലേ. കാലയളവ് എന്താ? 4 മുതൽ 4.6 ബില്യൺ വർഷം മുമ്പാണ് അല്ലേ ഭൂമിയുടെ ഉത്ഭവം.
പിന്നെ അതുപോലെ 3.5 മുതൽ 2.5 ബില്യൺ വർഷം മുമ്പ് ആദ്യത്തെ ജീവന്റെ രൂപീകരണം. ലളിതഘടനയോട് കൂടിയ ഏകകോശ പ്രോകാരിയോട്ടുകളാണ് ഉണ്ടായിരുന്നത്. പിന്നെ 2.5 ബില്യൺ മുതൽ 541 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് എന്താണ് യൂക്കാരിയോട്ടുകളായ ബഹുകോശ ജീവികൾ ഉണ്ടായി. പിന്നെ 541 മുതൽ 252 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് എന്താണ് സസ്യങ്ങളും ജന്തുക്കളും കരയിലുണ്ടായി. പിന്നെ അതുപോലെ എന്താണ് 252 മുതൽ 66 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ദിനോസറുകൾ രൂപപ്പെട്ടു. പിന്നെ 66 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ഇതുവരെ എന്താണ് സസ്തനികളുടെ ആവിർഭാവം ഉണ്ടായി. അതുപോലെ മനുഷ്യോൽപത്തിയും. ഭൂമിയുടെ ഉൽപ്പത്തി മുതൽ മനുഷ്യന്റെ ആവിർഭാവം വരെയുള്ള പരിണാമ പ്രക്രിയയുടെ കാലഗണനയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ പ്രപഞ്ചോൽപത്തി മുതൽ മനുഷ്യന്റെ ആവിർഭാവം വരെയുള്ള കാലഗണന കണക്കാക്കിയാലോ? അപ്പോൾ ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കും വിധത്തിലുള്ള ചിത്രീകരണമാണെന്ത് കോസ്മിക് കലണ്ടർ എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ കോസ്മിക് കലണ്ടർ എന്താണെന്ന് നോക്കാം. പ്രപഞ്ചത്തിന്റെ പ്രായം കേവലം 1 വർഷമായി സങ്കല്പിച്ചുകൊണ്ട് ഒരു കലണ്ടർ തയ്യാറാക്കുകയാണെന്ന് കരുതുക. പ്രസ്തുത കലണ്ടറിലെ ഒരു സെക്കൻഡ് എന്നത് ഏകദേശം 438 വർഷങ്ങൾക്ക് സമാനമായിരിക്കും. അപ്പോൾ കോസ്മിക് കലണ്ടറിന്റെ ഒരു മാതൃകയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്താണ് കോസ്മിക് കലണ്ടർ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചോൽപത്തി മുതൽ മനുഷ്യന്റെ ആവിർഭാവം വരെയുള്ള കാലഗണന കണക്കാക്കാനുള്ള ഒരു കലണ്ടറാട്ടോ കോസ്മിക് കലണ്ടർ എന്ന് പറഞ്ഞാൽ. ഇതിലെന്താണ് പ്രപഞ്ചത്തിന്റെ പ്രായം കേവലം 1 വർഷമായി സങ്കല്പിച്ചുകൊണ്ട് ഒരു കലണ്ടർ തയ്യാറാക്കിയാൽ ആ ഒരു കലണ്ടറിലെ ഒരു സെക്കൻഡ് എന്നത് എന്താണ് 438 വർഷങ്ങൾക്ക് സമാനമായിരിക്കും. ഈ ഒരു കലണ്ടറിൽ നമ്മുടെ 12 മാസങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പം എന്താണ് ഡിസംബറിന് നോട്ട് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്. ജനുവരി 1 പുലർച്ചെ കൃത്യം 6 മണിക്ക് പ്രപഞ്ചമുണ്ടാകുന്നു. പിന്നെന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഓരോന്നും കൊടുത്തിട്ടുണ്ട്. പിന്നെന്താണ് ഭൂമി എന്താണ് ഓഗസ്റ്റിൽ സൗരയൂഥം ഉണ്ടാകുന്നു. പിന്നെന്താണ് സെപ്റ്റംബറിൽ ജീവന്റെ ആവിർഭാവം. ഒക്ടോബർ 12 പ്രോകാരിയോട്ടുകൾ ഉണ്ടാകുന്നു. നവംബർ 9 ബ്യൂക്കാരിയോട്ടുകളും. പിന്നെ ഡിസംബർ 18 കൊടുത്തിട്ടുള്ളത് നട്ടലുള്ള ജീവി. പിന്നെന്താണ് ഡിസംബർ 20 കരയിൽ സസ്യങ്ങൾ ഉണ്ടാകുന്നു. ഡിസംബർ 26 ഡൈനോസറുകൾ ഉണ്ടാകുന്നു. 27 സസ്തനികൾ. ഡിസംബർ 31 11:52 PM മനുഷ്യന്റെ ആവിർഭാവം. ഈ ഒരു കോസ്മിക് കലണ്ടർ പ്രകാരം വർഷാന്ത്യത്തിന്റെ അവസാന ദിനത്തിലെ അവസാന നിമിഷങ്ങളിലാണ് മനുഷ്യനുണ്ടായത്. പ്രപഞ്ചത്തിലെ കാലഗണനയിൽ മനുഷ്യന്റെ ആവിർഭാവം എത്ര അടുത്ത കാലത്താണെന്ന് ഇതിൽ നിന്ന് വ്യക്തമായിട്ടുണ്ടല്ലേ. അപ്പോൾ ഇന്ന് കാണുന്ന ജൈവ വൈവിധ്യത്തിന് പിന്നിൽ ജീവപരിണാമം എന്ന പ്രക്രിയയാണ്. പരിണാമം ആകസ്മികമായി നടക്കുന്ന പ്രക്രിയയായതിനാൽ അതിന്റെ ദിശ പ്രവചിക്കുവാൻ പ്രയാസമാണ്. അപ്പോൾ എന്താണ് കോസ്മിക് കലണ്ടർ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചോൽപത്തി മുതൽ മനുഷ്യന്റെ ആവിർഭാവം വരെയുള്ള കാലഗണന കണക്കാക്കുന്നതിന് യൂസ് ചെയ്യുന്നതാണ് കോസ്മിക് കലണ്ടർ. അപ്പോൾ കോസ്മിക് കലണ്ടർ പ്രകാരം വർഷാന്ത്യത്തിന്റെ അവസാന ദിനത്തിലെ അവസാന നിമിഷങ്ങളിലാണ് മനുഷ്യനുണ്ടായത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യണേ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.